എന്തെങ്കിലും പോലെ പോലെ മോളെ ഓക്കെ, താങ്ക് യു. ആദ്യമായിട്ട് +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ അതുൽ അവറാച്ചൻ ആൻഡ് ഫാമിലി സേവനന്ദ ബെന്നിയച്ചന് സമ്മാനം നൽകുന്നതിനായിട്ട് അടുത്ത സമ്മാനം സ്വീകരിക്കുന്നതിനായിട്ട് അരവിന്ദ് കൃഷ്ണൻ ആൻഡ് ഫാമിലി. താങ്ക് യു ബെന്നിയച്ച. അടുത്തതായിട്ട് സമ്മാനദാനം നിർവഹിക്കുന്നതിന് പ്രസിഡന്റ് ജോർജ് എസ്തബാനെ ക്ഷണിക്കുന്നു. ഉജ്ജൽ ഉത്തം ആൻഡ് ഫാമിലി. അതോടൊപ്പം തന്നെ ഉത്തമ SLCയുടെ അവാർഡ് നൽകുന്നതിനായിട്ട് പ്രകാശ് ക്ഷണിക്കുന്നു. ഉദ്യം താങ്ക് യു. അടുത്ത സമ്മാനം നൽകുന്നതിനായിട്ട് നൈജോ ജോർജ് പൈനാളിന് ക്ഷണിക്കുന്നു. ജൂലിയ മണവാളൻ ആൻഡ് ഫാമിലി. നമ്മുടെ ജോബി ജോസ് മണവാളൻ എല്ലാവരും കൂടി വരിക. അടുത്ത സമ്മാനം നൽകുന്നതിനായിട്ട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റിട്ടയർഡ് ഉണ്ണികൃഷ്ണൻ സാറിന് ക്ഷണിച്ചു കൊള്ളുന്നു. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി നീതൻ വർക്കി, നമ്മുടെ ഷാജി ആൻഡ് ഫാമിലി കർണൂക. താങ്ക് യു ഉണ്ണികൃഷ്ണൻ. അടുത്ത സമ്മാനം നൽകുന്നതിനായി ഷാജൻ പറമ്പിയെ ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി നിരഞ്ജന പ്രമോദ്, പ്രമോദിന്റെ കുടുംബം. പ്രമോദ് അവിടെ അല്ലല്ല, എല്ലാവരും വരണം. ഓക്കെ, താങ്ക് യു ഷാജൻ. ഞാൻ അടുത്ത സമ്മാനം നൽകുന്നതിനായി നമ്മുടെ ഗ്രൂപ്പിന്റെ ക്യാഷിയർ സജിയെ ക്ഷണിക്കുന്നു. സജിക്ക് സ്വന്തം മകന് അവാർഡ് നൽകാനായിട്ട് ഒരു അവസരം ഒരുക്കുന്നു. സജിയും കുടുംബത്തിനെ എല്ലാവരും ക്ഷണിക്കുന്നു. എല്ലാവരും വരും കേട്ടോ, കടന്നു വരും.
താങ്ക് യു. ഇനി പ്ലസ് ടുവിൽ അവാർഡുണ്ട്. ഡാനിയൽ ജോബി അടശ്ശേരി. ജോബിയുടെ ഫാമിലി ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ഓക്കെ, താങ്ക് യു. നിലയിൽ നീരാടുക നീരാടുക നിലയിൽ നീരാടുക. കുടുംബാംഗങ്ങൾ, ഇന്ന് ഈ വേദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഒന്ന്, അതിലാദ്യത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നമ്മുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു കഴിഞ്ഞു. ഈ അവസരത്തിൽ ഈ ഉന്നത വിജയം നേടിയ നമ്മുടെ കൂട്ടുകാരുടെ മക്കൾക്കെല്ലാം സ്റ്റാർ ജീസസ് 87 ബാച്ചിൻ്റെ ഉള്ള മുഴുവൻ മാതാപിതാക്കളുടെയും പേരിലുള്ള അഭിനന്ദനങ്ങൾ നേരുകയാണ്. 39 വർഷങ്ങൾക്ക് മുൻപ് ഒരുമിച്ച് പഠിച്ച കൂട്ടുകാർ ഏറെ അഭിമാനത്തോടു കൂടി ഇന്ന് ഈ ഹാളിൽ കൂടിയിരിക്കുകയാണ്. കാരണം അവരുടെ മക്കളിൽ നിന്നും ഉന്നത വിജയം നേടിയ, എനിക്ക് പെട്ടെന്ന് പറയുമ്പോൾ അതിൽ ഓർമ്മ വരുന്ന ഒരു പേര് ഉജ്ജൽ എന്നാണ്. ഉജ്ജൽ ഉത്തമന്റെ മകനാണ്. അതുകൊണ്ടല്ല, ആ ഉജ്ജൽ എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഉജ്ജൽ പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. വെച്ചിട്ടുള്ള കുട്ടികൾക്കാണ് അത് എല്ലാ തരത്തിലുമുള്ള ഇത് പഠിച്ച് പാസ്സായി പോന്നിട്ടുള്ള. പഴയ കാലത്തൊക്കെയാണ് തോൽവി നമ്മൾ കേട്ടിട്ടുള്ളത്. 0 മാർക്ക് മേടിച്ച ആളുകളും ഇവിടേക്ക് ഉണ്ടാവും പലരും.
പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ എങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചാണ് ഓരോ കുട്ടികളും ഇന്ന് വരുന്നത്. അപ്പം ആ പഠിച്ചു വന്നിട്ടുള്ള പാസ്സായിട്ടുള്ള എല്ലാവരും ഒരേ ഇതിന് തന്നെ അർഹരായിട്ടുള്ളവരാണ്. പക്ഷെ ഒരു ഡിഗ്രി കൂടുതലാണെന്ന് മാത്രം നമുക്കതിൽ കൂടുതൽ അവരുടേതായ സെൽഫ് എഫേർട്ട് ഇട്ടതിൻ്റെ പേരിൽ മാത്രം ഓർ മറ്റുള്ള പല ഇൻഫ്ലുവൻസിനെ കൊണ്ടൊക്കെ ആയിട്ട് നമുക്ക് അവർക്കൊരു നല്ലൊരു പെർഫോമൻസ് നോർമലായിട്ടുള്ളതിലേക്ക് കൂടുതൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും ഈ എക്സാം എഴുതിയിട്ടുള്ളതും പഠിക്കുന്നതുമായിട്ടുള്ള എല്ലാ കുട്ടികളെയും ഞാൻ ഓർക്കുകയും അതുപോലെ തന്നെ അവരെല്ലാവരെയും നമ്മൾ ഈ അവാർഡ് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുക. പക്ഷേ എങ്കിൽ അവരെല്ലാവരും ഈ അവാർഡിന് അർഹരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഇവരെ ആദരവ് ഏറ്റുവാങ്ങിയതിനോട് ബെന്നി അച്ഛനോടും ആദരവ് മൊമെന്റ് കൊടുത്തതിന് ജോർജിനോടും നന്ദി പറയുന്നു. അടുത്തത് നമുക്ക് ആദരിക്കേണ്ടത് നമ്മുടെ കൂട്ടത്തിൽ നിന്നും SI ആയിട്ട് റിട്ടയർ ചെയ്ത ഉണ്ണികൃഷ്ണനെയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി നമ്മുടെ മുൻ ട്രഷറർ, ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് അല്ലേ, കാര്യത്തിൽ തമാശക്ക് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇന്ന് വേറെ ഒന്നുമില്ല, നമ്മുടെ നീണ്ട ഔദ്യോഗിക 29 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നമ്മുടെ ഉണ്ണിക്കുണ്ടായി ചെയ്ത സേവനത്തിന്റെ മേഖലകളിൽ അവന് കിട്ടിയ അംഗീകാരങ്ങളുടെയും കൂടെ ലഘു വിവരണമാണ്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, ഞാൻ നേരെ അത് വായിക്കാം. ജനുവരി 31 മലപ്പുറം മലബാർ സ്പെഷ്യൽ പോലീസ് കോൺസ്റ്റബിളായി ജോലിയിൽ പ്രവേശിച്ചു. 2000 ഹവീൽദാറായി കോൺസ്റ്റബിളായി ജോലിയിൽ പ്രവേശിച്ചു. 2000 ഹവീൽദാറായി പ്രൊമോഷൻ ആവുകയും തുടർന്ന് പോലീസ് ട്രെയിനിങ് ഇൻസ്ട്രക്ടറായി പ്രവർത്തിയെടുത്തു വരവേ 2002 മെയ് 2 മലപ്പുറം സായുധ സേനയിലേക്ക് ട്രാൻസ്ഫറായി. 3 വർഷവും 8 മാസവും മലപ്പുറം ജില്ലാ സായുധ സേനയിൽ ജോലി ചെയ്തു. 2006 ജനുവരിയിൽ മലപ്പുറം ജില്ലാ സായുധ സേനയിൽ ട്രാൻസ്ഫർ ലഭിച്ച് മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്നും ലോക്കൽ പോലീസിൽ സേവനം ആരംഭിച്ചു. 2007 ജൂലൈ 25 മലപ്പുറം ജില്ലയിൽ നിന്നും തൃശ്ശൂർ ജില്ലയിലേക്ക് ട്രാൻസ്ഫറായി തൃശ്ശൂർ ജില്ലയിൽ ജോയിൻ ചെയ്തു. 27/7/2007 മുതൽ കൊരട്ടി സ്റ്റേഷനിൽ തൃശ്ശൂർ ജില്ലയുടെ ഭാഗമായി ഡ്യൂട്ടി ആരംഭിച്ചു. തുടർന്ന് കൊരട്ടി, ചാലക്കുടി, വരന്തരപ്പള്ളി, ചാവക്കാട്, അതിരപ്പള്ളി, പഴയന്നൂർ, പുതുക്കാട്, തൃശ്ശൂർ ടൗൺ ഈസ്റ്റ് എന്നീ സ്റ്റേഷനുകളിൽ ജോലി ചെയ്തു. പുതുക്കാട്, വരന്തരപ്പള്ളി, ചാലക്കുടി സ്റ്റേഷനുകളിൽ 2 തവണ വീതം പ്രവൃത്തിയെടുത്തിട്ടുണ്ട്. അവസാനമായി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ 1 വർഷവും 9 മാസവും ജോലി ചെയ്ത് 31/5/2026 സർവീസിൽ നിന്ന് സബ് ഇൻസ്പെക്ടറായി വിരമിച്ചു. സർവീസ് കാലയളവിൽ 130-ൽ പരം ഗുഡ് സർവീസ് എൻട്രിയും നിരവധി ക്യാഷ് റിവാർഡുകളും കൂടാതെ കുറ്റാന്വേഷണ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനും പോലീസിൽ മറ്റ് പ്രവർത്തന മികവുകൾക്കുള്ള അംഗീകാരമായി 2013 ആഗസ്റ്റ് 15 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലും ലഭിക്കുകയുണ്ടായി. സർവീസ് കാലയളവിൽ ജില്ലാ പോലീസ് മേധാവി, DIG, IG, DGP തുടങ്ങിയ സുപ്പീരിയർ ഓഫീസർമാരിൽ നിന്നും നിരവധി അപ്രീസിയേഷനും ലെറ്ററുകളും ഉപഹാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. 28 വർഷവും 4 മാസവും പോലീസ് സേവനം പൂർത്തിയാക്കിയാണ് 31/5/2026 നമ്മുടെ ഉണ്ണി സർവീസിൽ നിന്ന് വിരമിച്ചത്. നമ്മുടെ ഉണ്ണിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുക്കാം. അതോടൊപ്പം നമ്മുടെ 87 കൂട്ടായ്മയുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുവാനായി നമ്മുടെ ഉണ്ണിയെ ക്ഷണിക്കുന്നു. അത് നൽകുവാനായി ബഹുമാനപ്പെട്ട ബെന്നി അച്ഛനെയും ഞാൻ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി നൈജോയിൽ ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങിയതിന് നൈജോയോടും ആദരവ് മൊമെന്റോ നൽകിയതിന് ബെന്നി അച്ഛനോടും നന്ദി പറയുന്നു.
നമ്മുടെ ഒരു വേദിയിലേക്ക് വരും. ഒരു പ്രചോദനമാവട്ടെ. അടുത്തവണ നമുക്കിവിടെ ജോബി എഴുത്തിന്റെ അസ്കിത വരുന്നത് വായനയിലൂടെയാണ്. നമ്മളവിടെ സ്റ്റാറിലായിരിക്കുമ്പോഴും ആദ്യം നമ്മുടെ കറുകുറ്റി മഠത്തിലായിരിക്കുമ്പോഴും പിന്നെ കോവേന്തയിലായിരിക്കുമ്പോഴും ഈ ചിത്രകഥാ പുസ്തകങ്ങൾ കൈമാറുന്നതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു ഞാനായിരുന്നു. എല്ലാവർക്കും അറിയാന്തറിയില്ല, അതിലുണ്ടായിരുന്ന വഴക്കുകൾ പലതും ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പൊ അന്ന് പൂമ്പാറ്റയും ബാലരവയും അമ്പിളിമാമനും ഓർക്കുന്നുണ്ടെന്നറിയില്ല, കബീഷും കലുകുലും ഒക്കെ ആയിരുന്നു നമ്മുടെ സന്തത സഹചാരികൾ. ഇന്നിപ്പോ അത് മാറി എല്ലാവരും തോണ്ടൽ തുടങ്ങി. ആർക്കും വേറെ ഒന്നിനും നേരമില്ല, എല്ലാവരും ഇൻസ്റ്റാഗ്രാം റീൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ വായന എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ കുറവാണ്. എങ്കിലും എഴുത്തുകാരൻ എന്നവരും എപ്പോ എഴുതാനായിട്ട് വലിയ ഒരു 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 സംഭവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോ എന്നോട് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എഴുതിയത്. അത് വേറെ ഒന്നും വലിയ പണിയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ മലയാളത്തിലാക്കണം. അപ്പൊ ആ കഥയിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കിതിങ്ങനെ എഴുതണമെന്ന് താല്പര്യമുണ്ട്, എങ്ങനെ എഴുതണമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ എഴുതാനുള്ള കോഴ്സിന് പോയി ചേർന്നു. അതല്ല എല്ലാവരും ചെയ്യുന്ന പരിപാടി. നിങ്ങളൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്, പഠിക്കുന്നതിന് ജോലി കിട്ടാൻ. അപ്പൊ ഞാനും വിചാരിച്ചു ഞാൻ പോയിട്ട് എഴുതാനായിട്ട് പഠിക്കാന്ന് വെച്ചു. അപ്പൊ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്തപ്പോൾ ഒരു മദാമിയാണ്. അവരെന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ട്യൂട്ടറാ, നിങ്ങൾ ആദ്യത്തെ ചാപ്റ്റർ എഴുതി നിങ്ങൾ അയക്കാൻ കേട്ടോ. നമ്മൾ ശരിക്കും വിടില്ലേ, ആദ്യത്തെ ചാപ്റ്റർ എഴുതിയിട്ട് ബുക്ക് ഇങ്ങോട്ട് അയച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യത്തെ ചാപ്റ്റർ എഴുതി, എനിക്ക് വേറെ വഴിയില്ലല്ലോ, എഴുതി അയച്ചു. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ, അങ്ങനെ ബുക്കായി. അങ്ങനെയാണ് ആദ്യത്തെ ബുക്ക് എഴുതുന്നത്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ബുക്ക് എഴുതാൻ പറ്റും. കാരണം നമ്മളുടെ എല്ലാവരും ഒരു കഥയുണ്ട്. ആ കഥയാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എഴുതുന്നവർ ചുരുക്കമാണെന്ന് മാത്രം. എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ എഴുതാം. നമ്മുടെ കഥയിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുന്ന എഴുത്തിലൂടെ മാത്രമാണ്. നമ്മൾ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മളുടെ കഥയാണ്, നമ്മുടെയാണ്, നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ്. എഴുത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു സംരംഭമാണ് എന്ന് എഴുതുന്നവർക്കറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു സംരംഭത്തിന് ഇറങ്ങിത്തിരിക്കുന്നവർ അധികം പേരില്ല. നമുക്ക് തീർച്ചയായിട്ടും അതൊരു നിസ്സാര കാര്യമായി കരുതേണ്ടതല്ല. അപ്പോൾ വലിയ ഒരു നേട്ടം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഒരാൾ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ചും സംരംഭകർക്കൊക്കെ പ്രചോദനം നൽകുന്നതാണ്. നമ്മുടെ കുട്ടികളിലൂടെ ഇരിപ്പുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്കായിട്ട് ഒരു ചെറിയ കാര്യം, അദ്ദേഹം ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ്. അപ്പോൾ അതിനെഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സംരംഭത്വം എന്താണെന്ന് എന്നെ പഠിപ്പിച്ചവരവരാണ്. ജാതിക്കത്തോട്ടത്തിൽ അച്ഛനോടൊപ്പം നടന്ന് ഈ ജാതിക്ക വാങ്ങുന്നതിൻ്റെ, അതിൻ്റെ വിലപേശലിൻ്റെ, അതിൻ്റെ സഹനാനുഭവങ്ങളും അതിൻ്റെ അളന്ന ധൈര്യവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെറുപ്പത്തിലെ സ്വന്തമാക്കിയതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംരംഭകനായി തീർന്നതും ഈ പുസ്തകം എഴുതിയതും. അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് രാത്രികളിൽ ഇരുന്ന് ജാതിക്ക പത്രി വേർതിരിക്കുന്ന ഒരു കൂട്ടായ പരിശ്രമം വീട്ടിലുണ്ടായിരുന്നു. അത് സംരംഭത്തിൻ്റെ കൂട്ടായ്മ എന്താണെന്ന് എന്നെ പഠിപ്പിച്ചു. ഇതൊക്കെ കുടുംബത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഒരു സംരംഭകന്, ഒരു എഴുത്തുകാരനുമായി മാറിയ ഒരു പുസ്തകം നമുക്കും സമൂഹത്തിനുമായിട്ട് സമ്മാനിച്ചിരിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മയുടെ പേരിൽ ഷാജന് എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും മാതാവ് ഉദയം ചെയ്തിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ സിനിമ റിലീസായി. നമ്മുടെ അരുൺ കുമാറാണ് എന്നതാണ് സിനിമയുടെ പേര്. അപ്പോ ഞാനിപ്പോ ഇതിവിടെ പറയാൻ കാരണം, അദ്ദേഹം ഖുശ്ബു ഒക്കെ അഭിനയിക്കുന്ന അടുത്തൊരു സിനിമ പിടിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഒരു സാഹചര്യം തരും, ഇപ്പൊ ഒന്ന് ആദരിച്ചാൽ ചിലപ്പോ എനിക്ക് തന്നെ ഒരു
5 പേര്. അപ്പോൾ മറക്കാതെ നമ്മളൊക്കെ ഓർക്കുക. അപ്പോൾ അതിന് അരുൺകുമാറിനെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒപ്പം ഈ വേദിയിൽ വെച്ച് ഒരു ആദരവ് നൽകുകയാണ്. അപ്പോൾ ആദരവ് നൽകണമെങ്കിൽ നമ്മളിവിടെ ഒന്നും ഒരുക്കിയിട്ടില്ല. അപ്പൊ എന്ത് കൊടുക്കുമെന്ന് ആലോചിച്ചപ്പോ ഒരു ചെലവും ഇല്ലാത്തൊരു കാര്യം ഇവിടെ ഉള്ളത് ഷാജന്റെ ഒരു പുസ്തകം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ സംരംഭമാണല്ലോ സിനിമ. അപ്പൊ സംരംഭം നോക്കിക്കാണാനും പഠിക്കാനും ആ പുസ്തകം ഉപകരിക്കും. അപ്പോ നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നമ്മുടെ മുൻ പ്രസിഡന്റ്, സിനിമാ നിർമ്മാതാവ്, വലിയ ബിസിനസ് ഉത്തരവാദിത്തങ്ങളുള്ള അരുൺകുമാറിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആ സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ബെന്നി അച്ഛനെ ക്ഷണിക്കുന്നു. ദയവ് ചെയ്ത് ആൾക്കാർ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ പ്രൊഫഷൻ IT ഓൺട്രപ്രണർഷിപ്പ് തന്നെയാണ്. IT കമ്പനിയാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയായിരുന്നു സിനിമ. ഈ 2 സിനിമയിലും കോ പ്രൊഡ്യൂസറായിട്ട് വന്നിട്ടുണ്ട്. ഒരെണ്ണം ഓൺ പ്രൊഡക്ഷനായിട്ട് നടക്കുകയാണ്. ഓണം കഴിഞ്ഞിട്ട് നിവിൻ പോളിയുള്ള ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നു, എൻ്റെ പ്രൊഫഷൻ മെയിനായിട്ടുള്ളത് IT തന്നെയാണ്. എന്തായാലും സംരംഭകൻ്റെ കണ്ണാടി ഇവിടെ വിതരണം ചെയ്യുന്ന ദിവസം നമ്മളെ കൂടെ ഇതിൽ പരിഗണിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി. പിന്നെ കുഞ്ഞുമക്കളോട് പറയാനുള്ളത്, നമ്മൾ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്കെപ്പോഴും ഒരുപക്ഷെ ജോബി മണവാളൻ, ഞാനും ബെന്നി അച്ഛനും ജോബി മണവാളിനൊക്കെ ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ്. മാത്സ് ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് തന്നെയാണ്. പക്ഷെ എനിക്കും ബെന്നി അച്ഛനൊക്കെ 48 മാർക്ക് വരെ കിട്ടിയിട്ടുള്ളൂ. എപ്പോഴും 50 മേടിക്കുന്ന ആളാണ് ജോബി. എവിടെ ജോബി ഇരിക്കുന്നത്? ജോബി പോയി. ഓക്കെ. അപ്പോൾ എനിക്ക് എപ്പോഴും ഇപ്പം ജ്യോതിഷമൊക്കെ ഉണ്ടെങ്കിൽ പോലും ജോബിയൊക്കെ എന്നും നമ്മുടെ മനസ്സിൽ പ്രചോദനമാണ്. അപ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവർ, അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉന്നതങ്ങളിൽ വരുന്ന ആൾക്കാരെല്ലാം നമുക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രചോദനമാണ്. ഒരുപക്ഷെ നേരത്തെ എനിക്ക് സംസാരിച്ചപ്പോൾ പറയാൻ വിട്ടുപോയ പോലെ ഞങ്ങളുടെ ഈ കൂട്ടായ്മ, പ്രമോദ് പറയണ്ടായി ഇതിനകത്ത് കള്ളന്മാരൊന്നുമില്ല എന്ന്. 2 കള്ളന്മാരേ ഉള്ളായിരുന്നു, ഒരു പോലീസായി, ബിനോജും നമ്മുടെ ഉണ്ണിയും. അപ്പോൾ എനിക്ക് ഈ കുഞ്ഞുമക്കളോട് പറയാനുള്ളത്, ഈ കൂട്ടായ്മ ബെന്നിയച്ഛനൊക്കെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവർക്ക് തുണയായിട്ട് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് പറയാം, ഒരു കുടുംബം പോലെ ഒരാൾക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയുണ്ട്. ഇത് ഞങ്ങളുടെ തലമുറ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ 2019 ഡിസംബർ 22-ാം തീയതി നമ്മുടെ കൂട്ടായ്മയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നപ്പോൾ പറയുകയുണ്ടായി, ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഞങ്ങൾ ഉള്ളിടത്തോളം കാലം, എന്താ പറയുക, ലാസ്റ്റ് ബെർത്ത് വരെ ഞങ്ങളുടെ ഈ കൂട്ടായ്മ നിലനിൽക്കും. ലോകത്ത് അല്ലെങ്കിൽ ചാറ്റ് ഗ്രൂപ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് 6 മാസം, 1 വർഷം, 2 വർഷം കഴിയുമ്പോൾ ആൾക്കാരെ എണ്ണം കുറഞ്ഞ് അതങ്ങ് നശിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ തീർന്നു പോവുകയാണ്. പക്ഷെ ഈ കൂട്ടായ്മയുടെ ഒരു ശുദ്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൂട്ടായ്മ ആരംഭിച്ച് ഇന്ന് 7 വർഷം പൂർത്തിയാക്കി 7ാമത്തെ മീറ്റിംഗ് ആണ് നമ്മുടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല മീറ്റിങ്ങുകളും പല ഗ്രൂപ്പുകളും വരുന്നു. 1-2 വർഷങ്ങൾക്ക് ശേഷം അത് കൊഴിഞ്ഞു പോകുന്നു. പക്ഷെ നമ്മുടെ കൂട്ടായ്മ അന്നും ഇന്നും ഒരേപോലെ ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയിലെ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും നല്ല പ്രചോദനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നവരെയും ഇതിനോടൊപ്പമായിരിക്കുന്നവരെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. ആദ്യമേ തന്നെ നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിന് അധ്യക്ഷത നൽകിയിരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ശ്രീ ജോർജ് എസ്തപ്പൻ കഴിഞ്ഞ 1 വർഷക്കാലമായി നമ്മുടെ ഈ കൂട്ടായ്മയുടെ പ്രസിഡന്റാണ്. എല്ലാ കാര്യങ്ങളിലേക്കും നമ്മുടെ ഈ വേദി ഒരുക്കി തരികയും നമ്മുടെ മാസത്തിൽ 1-2 മാസങ്ങൾക്കിടയ്ക്ക് ഇവിടെ മീറ്റിംഗ് കൂടുകയും നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾ ആലോചിക്കുകയും ചെയ്ത് ഇന്നലെ ഫ്രീ ആയിട്ടാണ് ഈ സ്ഥാപനം തരുന്നത്. അങ്ങനെ നമ്മുടെ പ്രസിഡന്റ് വളരെ ഭംഗിയായിട്ട് നമ്മളെ നേതൃത്വത്തിൽ കൊണ്ടുപോകുന്നു.
ഏറ്റവും സ്നേഹത്തോടെ ഈ അവസരത്തിൽ പ്രസിഡന്റ് ജോർജ് എസ്തപ്പാന് ഈ യോഗത്തിന്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു. ബെന്നിയച്ചൻ പറഞ്ഞു മുഖ്യ അതിഥിയെന്നോ അല്ലെങ്കിൽ ഉദ്ഘാടകനോ എന്നൊന്നും പറയരുതെന്ന്. പക്ഷെ ബെന്നിയച്ചനെ അങ്ങനെ അല്ലാതെ നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? നമ്മളൊരു മീറ്റിങ്ങിനെ കുറിച്ച് ഈ പൊതുവത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ നമ്മൾ ബെന്നിയച്ചന്റെ ഡേറ്റ് ചോദിക്കാതെ തന്നെ ഒരു ഡേറ്റ് അനൗൺസ് ചെയ്തു പോയി. നാളെ ആയിരുന്നു ശരിക്കും നമ്മൾ മീറ്റിംഗ് പ്ലാൻ ചെയ്തത്. അപ്പോ ബെന്നിയച്ചൻ അന്ന് ഒരു ചെറിയൊരു അസൗകര്യം അറിയിച്ചു. അപ്പൊ തന്നെ ഞങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് കൂടി ബെന്നിയച്ചനെ ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ട് തന്നെ മീറ്റിംഗ് നടത്തണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് ശനിയാഴ്ച ഞങ്ങൾ വെച്ചാൽ അച്ഛന് സാധിക്കുമോ? അച്ഛൻ പറഞ്ഞു ഞാൻ വന്നോളാം.